വ്യാജമദ്യമുണ്ടാക്കുന്നതിനായി കേരളത്തിലേക്ക് കടത്തിയ 1200 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. അങ്കമാലിയിലെ ഡിസ്റ്റിലറിയിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ സ്പിരിറ്റ് പിടികൂടിയിട്ടുള്ളത്. ഇന്റലിജൻസ് വിഭാഗത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ഓണത്തോടനുബന്ധിച്ച് ഓണം അടുക്കും തോറും ഈ വ്യാജമദ്യ ലോബി കേരളത്തിൽ സജീവമാവുകയാണോ? ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട് അല്ലേ? ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് വലിയ തോതിൽ വ്യാജമദ്യമുണ്ടാക്കാൻ ഒരു സംഘം ബാർ ഉടമകൾ ശ്രമിക്കുന്നുവെന്ന രഹസ്യ വിവരം വിജിലൻസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം സംസ്ഥാനത്ത് പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളായി പരിശോധന നടത്തുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇന്ന് അങ്കമാലിയിൽ നിന്നും 1200 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടുന്നത്. ഇത് സെക്കൻഡ്സ് മദ്യം, അതായത് രണ്ടാം തരം മദ്യം അല്ലെങ്കിൽ വ്യാജമദ്യം ഉണ്ടാക്കാനായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കർണാടകയിലെ ഹുബ്ലിയിൽ നിന്നാണ് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അങ്കമാലിയിലെ ഒരു ഡിസ്റ്റിലറി, അതൊരു ഹോളോബ്രിക്സ് കടയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ മറവിൽ നിർമ്മിച്ചിരുന്ന ഒരു ഡിസ്റ്റിലറിയാണ്. ഈ ഡിസ്റ്റിലറിയിലാണ് ഇത്തരത്തിൽ വ്യാജ സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത്. ഈ സംഭവത്തിൽ 2 പേരെ നിലവിൽ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സന്തോഷ്, രതീഷ് എന്നീ 2 പേരെയാണ് നിലവിൽ എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നാണ് എക്സൈസ് നിലവിൽ പറയുന്നത്. വ്യാജമായ അല്ലെങ്കിൽ വലിയ തോതിൽ ഇത്തരത്തിൽ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഓണം പ്രമാണിച്ച് കടത്തുന്നുണ്ട് എന്ന കാര്യം എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വലിയ തോതിൽ പരിശോധനകൾ നടത്താനാണ് നിലവിൽ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി.